അതായത് ഫിഫ ചൂസസ് മെസ്സി ബട്ട് ദ വേൾഡ് ചൂസസ് റൊണാൾഡോ. അതാണ് കറക്റ്റ് ആയിട്ടുള്ള സംഭവം. അതായത് ഫിഫ അല്ലെങ്കിൽ ഇതുപോലത്തെ സംഘടനകൾ കാര്യങ്ങളൊക്കെ എന്താണ് പറയാ മെസ്സിനെ ചൂസ് ചെയ്യും. എന്നിട്ട് ഇപ്പോൾ അവർക്ക് വേൾഡ് കപ്പും അതേപോലെ തന്നെ ബാലൻഡ്യൂറും കാര്യങ്ങളൊക്കെ കൊടുക്കും. പക്ഷെ നമ്മൾ റൊണാൾഡോനെ ചൂസ് ചെയ്യുന്ന പറഞ്ഞാൽ വേൾഡാണ്. റൊണാൾഡോക്കുള്ളൊരു ഇൻഫ്ലുവൻസ് ഉണ്ട്. നമ്മളിപ്പോൾ കുറേ പ്രാവശ്യം പറഞ്ഞിട്ടുള്ള റൊണാൾഡോന്റെ ഈ ഇൻഫ്ലുവൻസും അതേപോലെ തന്നെ യങ് പ്ലേയേഴ്സിന്റെ ഇടയിൽ റൊണാൾഡോന്റെ ഒരു എന്താണ് പറയാ ആ ഒരു ഇമ്പാക്ട് എന്ന് പറഞ്ഞാൽ ചെറുതല്ല. അതുകൊണ്ട് ലോകം മൊത്തം ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇപ്പൊ പണ്ട് മെസ്സിയാണ് ബെറ്റർ എന്ന് പറഞ്ഞ പല ആൾക്കാർ മാറ്റി റൊണാൾഡോ ആണ് ബെറ്റർ എന്ന് പറയാനുള്ള കാരണം കൂടി അതാണ്. അത് ലോകം മൊത്തം റൊണാൾഡോക്ക് അനുകൂലമായിട്ട് നിൽക്കുന്നത്, ചില മെസ്സി ഫാൻസും മീഡിയാസും ഒഴികെ. പക്ഷെ മെസ്സി എന്താണ് മെസ്സിക്ക് അനുകൂലമായിട്ട് നിൽക്കുന്നത് പറഞ്ഞാൽ ഇതുപോലെ ഫിഫ അതേപോലെ കുറെ മെസ്സിനെ സപ്പോർട്ട് ചെയ്യുന്ന കുറെ മീഡിയാസ് ആണ്. അതിനെ പറ്റി എന്താ പറയണ്ട, അതിൽ ആഡ് ചെയ്യണ്ട. ഇതിനിപ്പോ ഏറ്റവും വലിയ എക്സാമ്പിൾ റൊണാൾഡോന്റെ സെലിബ്രേഷൻ തന്നെയാണ്. ലോകം മൊത്തം കൊണ്ടാടിക്കൊണ്ടിരിക്കുന്ന റൊണാൾഡോന്റെ സെലിബ്രേഷൻ. അപ്പൊ ഈ സൂ എന്ന് പറഞ്ഞ സെലിബ്രേഷൻ അറിയാത്ത അല്ലെങ്കിൽ അനുകരിക്കാത്ത ഒരു മനുഷ്യൻ പോലും ഉണ്ടാവില്ല. അപ്പൊ അത് 100% സത്യം തന്നെയാണ്. റൊണാൾഡോ ഓൺ സ്ട്രീറ്റ്സ്. മെസ്സിയുടെ കാര്യം അപ്പുറത്ത് നോക്കുകയാണെന്നുവെച്ചെങ്കിൽ മെസ്സി പല പല ഡിസേർവ് ഇല്ലാത്ത അവാർഡ്സും വാങ്ങുന്നു, ഒക്കെ ഒരുപാട് അവാർഡ്സ് അങ്ങനെ വാങ്ങിക്കൂട്ടുന്നു. അപ്പൊ അതുകൊണ്ട് ഈ പറഞ്ഞ രണ്ട് കാര്യങ്ങളും ഒരു സത്യത്തായ വാക്കുകളാണ് എന്ന് ഇതിലൂടെ തന്നെ നമുക്ക് വ്യക്തമാകുന്നു.